ദേശാഭിമാനി മുഖപ്രസംഗം 2024 ആഗസ്റ്റ് 8. വിനേഷ്, മനോഹരമാണ് ഈ മുഹൂർത്തം. സാക്ഷാത്കാരത്തിൻ്റെ വക്കിലെത്തിയ സ്വപ്നം കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾക്ക് ഇതുവരെ നേടാനാകാതിരുന്ന ഉയരത്തിലെത്തിയ വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സ് മെഡൽ നേട്ടം സാങ്കേതികമായി അസാധ്യമായി. അതേസമയം രാജ്യത്തിൻ്റെ പെൺമക്കളെ ആക്രമിച്ചവർക്കും മുറിവേൽപ്പിച്ചവർക്കും ആക്ഷേപിച്ചവർക്കും മനോഹരമായ മറുപടിയാണ് ഈ പോരാളി നൽകിയിരിക്കുന്നത്. അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സർവ്വ പിന്തുണയോടെയും വനിതാ ഗുസ്തി താരങ്ങളെ വേട്ടയാടിയെന്ന് ആരോപണ വിധേയനായ BJP നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ തെരുവിൽ പോരാടിയ വിനേഷ് അതേ പോർവീര്യം ഗോദയിലും പുറത്തെടുത്തു. രാജ്യത്തെ ആത്മാഭിമാനമുള്ള എല്ലാ മനുഷ്യർക്കും ആഹ്ലാദവും ആവേശവും പകർന്നാണ് വിനേഷ് ഒളിമ്പിക്സ് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൻ്റെ ഫൈനലിൽ കടന്ന് വെള്ളി മെഡലെങ്കിലും ഉറപ്പിച്ചത്. ഫൈനലിന് മുന്നോടിയായി ഭാരം വീണ്ടും പരിശോധിച്ചപ്പോൾ 50 കിലോഗ്രാമിനേക്കാൾ ഏതാനും ഗ്രാം കൂടുതൽ കണ്ടതിനെ തുടർന്നാണ് താരത്തിന് അയോഗ്യത കൽപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷം അസാധാരണ അനുഭവങ്ങളിലൂടെയാണ് ഈ 29-കാരി കടന്നുപോയത്. വനിതാ ഗുസ്തി താരങ്ങൾക്ക് നീതി തേടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി 2023 ഏറിയ പങ്ക് നാളുകളിലും വിനീഷിന് ഗോദയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. ഡൽഹി ജന്തർ മന്ദിറിലെ അതിശൈത്യവും കൊടും ചൂടും സഹിച്ച് മാസങ്ങൾ നീണ്ട സമരത്തിന് നേതൃത്വം നൽകി. സഹതാരങ്ങളായ സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ എന്നിവർക്കൊപ്പം രാപ്പകൽ തെരുവിൽ കഴിയേണ്ടി വന്നു. MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഭരണ നേതൃത്വത്തിനെതിരെ വീറോടെ പൊരുതിയ ഇവർക്ക് നേരെ ഡൽഹി പോലീസിന്റെ ഭീഷണിയും കയ്യേറ്റവും ഉണ്ടായി. കഴിഞ്ഞ വർഷം മെയ് 28-ന് പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ ജന്തർ മന്ദിർ പരിസരത്ത് നിന്ന് ഒഴിയണമെന്ന് കായിക താരങ്ങളോട് പോലീസ് ഉത്തരവിട്ടു. ഇതിൽ പ്രതിഷേധിച്ച വിനേഷിനെയും സാക്ഷി മാലിക്കിനെയും തെരുവിലൂടെ വലിച്ചടിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി. മെഡലുകളും രാഷ്ട്രം നൽകിയ പുരസ്കാരങ്ങളും ഭരണ നേതൃത്വത്തിൻ്റെ അന്യായ നിലപാടിൽ പ്രതിഷേധിച്ച് ഗംഗാനദിയിൽ ഒഴുക്കിക്കളയാൻ ഒരുങ്ങിയ താരങ്ങളെ കർഷക നേതാക്കൾ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത്. സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്നാണ് ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ കേസെടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറായത്. താരങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നൽകിയ പരാതി ഇതിനിടെ പിൻവലിക്കപ്പെട്ടിരുന്നു. അഖിലേന്ത്യാ ഗുസ്തി ഫെഡറേഷൻ തലപ്പത്ത് ബ്രിജ്ഭൂഷണിന്റെ സ്വാധീനം നിലനിർത്താൻ കേന്ദ്രം നടത്തിയ ശ്രമങ്ങൾക്കെതിരായും താരങ്ങൾ പൊരുതി. താരങ്ങളെ അധിക്ഷേപിക്കാൻ ബ്രിജ്ഭൂഷൺ പക്ഷം പല രീതിയിൽ ശ്രമിച്ചു. വിനേഷിൻ്റെയും കൂട്ടരുടെയും പരിശീലനവും മത്സരങ്ങളും മുടങ്ങാനും അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകാനും ഈ സംഭവ പരമ്പര ഇടയാക്കിയെന്ന് പറയേണ്ടതില്ല. ചുരുങ്ങിയ സമയമാണ് ഒളിമ്പിക്സ് തയ്യാറെടുപ്പിനായി ലഭിച്ചത്. അതിവേഗം തിരിച്ചുവരാൻ ശ്രമിച്ച വിനേഷിന് കാൽമുട്ടിലെ ശസ്ത്രക്രിയ അതിജീവിക്കേണ്ടി വന്നു. കടുപ്പമേറിയ മറ്റൊരു തീരുമാനവും എടുക്കേണ്ടി വന്നു. 53 കിലോഗ്രാം വിഭാഗത്തിൽ നിന്ന് 50 കിലോഗ്രാം വിഭാഗത്തിലേക്ക് മാറി മത്സരിക്കുക. തീക്ഷ്ണമായ പ്രക്രിയ വഴി ഭാരം കുറച്ചു. തുടർച്ചയായ 95 രാജ്യാന്തര മത്സരങ്ങളിൽ ജയിച്ച 1-ാം നമ്പർ താരമായ ജപ്പാന്റെ യുയു സുസാക്കിയെ ക്വാർട്ടറിൽ 5.5 മിനിറ്റിൽ തോൽപ്പിച്ച വിനേഷ് സെമി ഫൈനലിൽ ക്യൂബയുടെ യൂസ്നിലസ് ഗുസ്മാനിയും മറികടന്നു. സുസാക്കിയുടെ വിജയം ഉറപ്പിച്ചിരുന്ന ജപ്പാനിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരടക്കം വിനേഷിന്റെ പ്രകടനത്തിൽ വിസ്മയിച്ചു പോയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തനിക്കെതിരെ ശബ്ദമുയർത്തിയവരുടെ ഭാവി ഇല്ലാതാക്കുമെന്ന ഭീഷണി നേരിട്ടാണ് ഇന്ത്യയുടെ വീരപുത്രി ലോക കായിക വേദിയെ പ്രകമ്പനം കൊള്ളിച്ചത്. തുടർന്നുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ കായിക പ്രേമികൾ പല സംശയവും ഉയർത്തുന്നുണ്ട്. ഏതായാലും ഈ മുഹൂർത്തം കണ്ണീരിൻ്റേതല്ല, വിജയമധുരത്തിൻ്റെതാണ്. വനിതാ താരങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരുമെന്ന് സെമി ഫൈനലിന് ശേഷം പ്രതികരിച്ച വിനേഷ് പ്രതിസന്ധികളിൽ തളരില്ലെന്ന സന്ദേശമാണ് പങ്കുവച്ചത്.